ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് അൻവറിന്റെ ഭാഷയും ശരീരഭാഷയും അങ്ങ് ശ്രദ്ധിച്ചു കാണും. എന്നെ ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ തടവിലിടും. എനിക്ക് ടി പി ചന്ദ്രശേഖരന്റെയോ അല്ലെങ്കിൽ അബ്ദുൽ നാസർ മദനിയുടെയോ ഗതിയായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. വി ഡി സതീശൻ എന്നെ ഈ ഒതുക്കൽ തന്ത്രത്തിലേക്ക് നയിക്കുകയാണ്, ഞാൻ ആ ചതിക്കുഴിയിൽ വീഴാനില്ല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങ് കടന്നു പോവുകയാണ്, കൈവിട്ടു പോവുകയാണ്. എന്താണ് പി വി അൻവറിന് സംഭവിച്ചത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇതൊരു വലിയ രാഷ്ട്രീയ ആത്മഹത്യയായി മാറിയോ? അങ്ങനെ വേണം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആത്മഹത്യ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മാത്ത് ഒട്ടെത്തിയിട്ടുമില്ല എന്ന നിലയിലാണ് അൻവറിന്റെ പോക്ക്. കാരണം അൻവർ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് ഡിമാൻഡ് വെച്ചാലും, എത്ര സൂപ്പർലേറ്റീവ് പദങ്ങൾ ഉപയോഗിച്ചാലും, UDF നേതാക്കളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ തിരഞ്ഞു പിടിച്ച് പുലഭ്യം പറഞ്ഞാലും അദ്ദേഹത്തിന് UDFൽ അദ്ദേഹത്തെ എടുക്കാതിരിക്കാനാവില്ല. താൻ അനിവാര്യനാണ്. പ്രത്യേകിച്ചും നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം താൻ അനിവാര്യനാണ് എന്ന അൻവറിന്റെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി കോൺഗ്രസ് പാർട്ടി മറ്റൊരിക്കൽ പോലും കാണിക്കാത്ത ആ ഒരു ആർജവം അൻവറിന്റെ വിഷയത്തിൽ കാണിച്ചു. അൻവർ വിചാരിച്ചത് KC വേണുഗോപാലിനെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെ നീങ്ങാം, അല്ലെങ്കിൽ രമേശ് അൻവറിന്റെ കാര്യത്തിൽ ആർജവം UDF ആകെ അല്ലെങ്കിൽ കോൺഗ്രസ് ആകെ കാണിച്ചു എന്ന് പറയാൻ കഴിയുമോ? കാരണം ഒന്ന്, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അൻവർ സ്ഥാനാർത്ഥിയെ അപഹസിച്ചതിന് പിറ്റേന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നു. PV അബ്ദുൽ വഹാബും PK കുഞ്ഞാലിക്കുട്ടിയും അൻവറിന് ആതിഥേയരാകുന്നു. K സുധാകരൻ പറയുന്നു അൻവർ ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും, അൻവറിന്റെ പിന്തുണ നിർണായകമാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല സമാനമായ അഭിപ്രായം പറയുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ വിഭാഗം അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ കമാൻഡ് ചെയ്യുന്ന വിഭാഗം ആർജവമുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നതാവില്ലേ കൂടുതൽ ശരി? അല്ല, അങ്ങനെ ഞാൻ കാണുന്നത് അൻവറിന്റെ ആവശ്യമാണ്. കോൺഗ്രസ് ഷുഡ് സ്റ്റാൻഡ് ഡിവൈഡഡ് എന്നത് ഇപ്പോൾ അൻവറിന്റെ ആവശ്യമാണ്. കോൺഗ്രസിനെ പൂർണ്ണമായി ഒരുമിച്ച് കൊണ്ടുപോകാനാവുന്നില്ല. കാരണം കോൺഗ്രസിൽ അതേക്കുറിച്ച് ഒരു ഏതാണ്ട് വ്യക്തമായ ധാരണ തന്നെയുണ്ട്. അൻവർ സ്ഥാനാർത്ഥി വളരെ സിമ്പിൾ ഡിമാൻഡാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ കലവറയില്ലാതെ സഹായിക്കുക, ആ തീരുമാനം പ്രഖ്യാപിക്കുക. അതല്ലാതെ UDF ഘടകകക്ഷിയായിട്ടോ അസോസിയേറ്റ് മെമ്പറായിട്ടോ ഒക്കെ ചേർക്കും എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടീഷണലാണ്. അൻവർ പറയുന്ന പല കാര്യങ്ങളും കണ്ടീഷണലാണ്. ഇപ്പോൾ ഒരുപക്ഷെ UDF ചിന്തിക്കുന്നത് ഇപ്പോൾ വളരെ വലിയ കണ്ടീഷൻസ് ഈൽഡ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അൻവറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ UDF സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാൻ തക്ക ഒരു രീതിയിലേക്ക് അൻവർ വളരുന്നത് UDFന് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് UDFന്റെ മൊത്തത്തിലൊരു തീരുമാനമുണ്ട്. ഇതൊക്കെ ഒരു ഫയർ ഫൈറ്റിംഗ് ആണ്. കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചതും പാണക്കാട്ടേക്ക് ഉള്ള യാത്രയും, അതല്ലെങ്കിൽ മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ ശ്രമിച്ചതുമെല്ലാം തന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് എക്സസൈസ് ആണ്. ഇതൊക്കെ ടെസ്റ്റിംഗ് വാട്ടേഴ്സ്, അൻവറിന്റെ ഇച്ഛാശക്തി എവിടം വരെ ഉണ്ട് എന്ന് അളക്കാനുള്ള ചില ടെസ്റ്റിംഗ് വാട്ടേഴ്സ് മാത്രമാണ്. അല്ലാതെ VD സതീശൻ എന്ന ഒറ്റയാളെയാണ് ഇപ്പോൾ അൻവർ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നു. മുൻകാലത്ത് രാഹുൽ ഗാന്ധിയുടെ DNA വരെ പരിശോധിക്കണം എന്ന് പറഞ്ഞതൊന്നും ഒരുപക്ഷെ ഹൈക്കമാൻഡും പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ആള് തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് ഓർക്കണം. തൃണമൂൽ കോൺഗ്രസും ഒരേ ബോട്ടിലല്ല യാത്ര ചെയ്യുന്നത് കേന്ദ്രത്തിൽ. തൽക്കാലത്തേക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം അൻവറെ നേരിട്ട് പച്ചപ്പർവ്വതാനി വരിച്ച് UDFൽ എടുക്കാവുന്ന ഒരു സംവിധാനമല്ല ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം. സങ്കീർണമായതുകൊണ്ട് രഞ്ജൻ ചൗധരി അടക്കം തൃണമൂൽ കോൺഗ്രസിനോട്, അതും യൂസഫ് പട്ടാൻ എന്ന ക്രിക്കറ്റ് കളിക്കാരനോട് തോറ്റുപോയി. തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും വിശ്വസിക്കാത്ത പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിയിൽ അവരൊരു ഘടകകക്ഷിയാണെങ്കിൽ പോലും അതൊരു വസ്തുതയാണ്.